ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണൻ മഹിയെ കാണാത്തതിനെ തുടർന്ന് വല്ലാതെ ഭയപ്പെടുന്നു. മാർക്കോ ആണെങ്കിൽ മഹാലക്ഷ്മിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. മഹിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്ന പ്രതാപൻ പറഞ്ഞയച്ച വാടക കൊലയാളികളെ കണ്ട് മഹി വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. കണ്ണൻ തോമസ് ഡോക്ടറോട് പറയുന്നുണ്ട്, ഞാൻ നടന്നു കാണണം എന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് മഹാലക്ഷ്മിയാണ്. അയാളുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് നടക്കാൻ സാധിച്ചത്. ആ സമയത്ത് അയാൾ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെയാണ് എല്ലാം സംഭവിക്കുന്നത്. ഒന്നുകിൽ മേഘൻ അല്ലെങ്കിൽ കരുണയുടെ അച്ഛനായിരിക്കും അയാളുടെ ഈ മിസ്സിങ്ങിന് പിന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് ആശങ്കപ്പെടുമ്പോൾ, അങ്ങനെയൊന്നും അയ്യപ്പസ്വാമി നിങ്ങളെ വേർപെടുത്തില്ല. നിങ്ങൾ രണ്ടു പേർക്കും ഒരുപാട് ആയുസ്സുണ്ട്. നല്ലൊരു കാര്യം സംഭവിച്ചു, അതിനിടയിൽ ചെറിയൊരു ടെൻഷൻ, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വൈദ്യൻ കണ്ണനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കണ്ണന് ആശങ്കകളൊന്നും വിട്ടൊഴിയുന്നില്ല കേട്ടോ. ഇതേ സമയം മാർക്കോ ആണെങ്കിൽ മഹാലക്ഷ്മി എവിടെയുണ്ടെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. പെട്ടെന്ന് തന്നെ ഒരു നിയോഗം പോലെ മാർക്കോ നമ്മുടെ സിദ്ധിയായിട്ടുള്ള അമ്മയെ കാണുന്നുണ്ട്. തുടർന്ന് മഹാലക്ഷ്മിയെ കാണാനില്ലെന്നും കണ്ണൻ സാറ് വല്ലാത്ത വിഷമത്തിലാണ്. മഹാലക്ഷ്മി എവിടെയുണ്ടെന്ന് എനിക്കും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നെല്ലാം മാർക്കോ പറയുമ്പോൾ, എനിക്കറിയാം മോനെ എല്ലാം. ആ മോളെ ഒരു കൂട്ടം രാക്ഷസന്മാർ തടങ്കലിൽ വെച്ചിരിക്കുകയാണ്. ഉൾക്കാട്ടിലൂടെ പോയി കഴിഞ്ഞാൽ മോനെ ആ മോളെ കണ്ടെത്തി രക്ഷിക്കാനായിട്ട് കഴിയും. പിന്നെ കണ്ണൻ മോൻ്റെ പിറന്നാൾ ദിവസമായ ഇന്ന് തന്നെ ആ മോൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു. കണ്ണൻ മോൻ മല ചവിട്ടുമ്പോൾ നീ കൂടെ ഉണ്ടാകണം. അന്ന് നിൻ്റെ സഹായം ഒരുപാട് വേണ്ടി വരുന്ന ദിവസമാണെന്നെല്ലാം അമ്മ പറയുമ്പോൾ, അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ അമ്മേ? ഞാനും കണ്ണൻ സാറിനോടൊപ്പം മലയ്ക്ക് പോകാനായിട്ട് മാലയിട്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും മഹാലക്ഷ്മിയെ ആ രാക്ഷസന്മാരിൽ നിന്നും രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ പോകുന്നു. ഇതേ സമയം വാടക കൊലയാളികളാണെങ്കിൽ മഹാലക്ഷ്മിയെ കൊല്ലാനായിട്ട് തുടങ്ങുകയാണ്. തോക്ക് ചൂണ്ടി മഹിക്ക് നേരെ ഉന്നം പിടിച്ചു നിൽക്കുന്നു. ഞങ്ങൾ കൈപ്പറ്റിയിരിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ്, ആ പണത്തിനുള്ള നന്ദി കാണിച്ചേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് മഹിയുടെ നേരെ വെടിയുതിർക്കാൻ തുടങ്ങുന്നതും പെട്ടെന്ന് തന്നെ എവിടെ നിന്നോ ഒരു ഇരുമ്പ് വടി അയാളുടെ നേരെ എറിഞ്ഞുകൊണ്ട് ഇരുളിൽ നിന്നും നമ്മുടെ മാർക്കോ മഹാലക്ഷ്മിയുടെ രക്ഷയ്ക്കായിട്ട് എത്തുന്നുണ്ട്. എന്തായാലും ഗുണ്ടകൾക്ക് കണക്കിന് കൊടുത്ത് മാർക്കോ മഹിയെ അവരിൽ നിന്നും രക്ഷിച്ചെടുക്കുകയാണ്. ശേഷം പറയട, ആരാടാ നിനക്ക് ഈ കൊട്ടേഷൻ തന്നതെന്ന് ചോദിക്കുമ്പോൾ വാടക കൊലയാളികളാണെങ്കിൽ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു. അതായത് പ്രതാപനാണ് മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർക്ക് പണം കൊടുത്തത്, അയാളുടെ കൊട്ടേഷനാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം മാർക്കോയുടെ ഗുണ്ടകൾ തുറന്നു പറയുന്നുണ്ട്. ഇത് കേട്ട് മഹാലക്ഷ്മി ശരിക്കും ഞെട്ടിപ്പോവാണ് കേട്ടോ. പിന്നീട് ഗുണ്ടകളിൽ നിന്നും രക്ഷിച്ച മഹാലക്ഷ്മിയെ മാർക്കോ അഗസ്ത്യകൂടത്തിൽ എത്തിക്കുന്നു. അപ്പോൾ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് തോമസ് സാറ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഹിയാണെങ്കിൽ കണ്ണൻ എവിടെ, കണ്ണൻ നടന്നു തുടങ്ങിയോ എന്നുള്ളൊരു ആ ഒരു കാര്യം അറിയാൻ വേണ്ടി തന്നെ കണ്ണനെ തന്നെയാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ തോമസ് സാറ് പറയുന്നുണ്ട്, മോൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, മോള് കാണുന്നത് സ്വപ്നമൊന്നുമല്ല, യാഥാർത്ഥ്യം തന്നെയാണ്. തുടർന്ന് കണ്ണൻ്റെ പിറന്നാൾ ദിവസം തന്നെ ഞാൻ ആ വാക്ക് പാലിച്ചു മോളെ എന്ന് തോമസ് സാറ് പറയുമ്പോൾ മഹിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. ഇതേ സമയം തന്നെ കണ്ണൻ ജയപാലിനോടൊപ്പം അവിടേക്ക് നടന്നു വരുന്നത് കണ്ട് സന്തോഷം കൊണ്ട് കണ്ണുകളൊക്കെ നിറഞ്ഞു പോവാണ് മഹിയുടെ. കണ്ണനാണെങ്കിൽ മഹിയെ കണ്ട സന്തോഷത്തിൽ ഓടി വന്ന് മഹിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട് വൈദ്യർക്കും ജയപാലിനും മാർക്കോയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. തുടർന്ന് നടന്നതെല്ലാം വൈദ്യൻ മഹിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചികിത്സ കഴിഞ്ഞതിന് ശേഷവും കണ്ണനെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞില്ല എന്നും അത് കണ്ടപ്പോൾ എനിക്കും ചെറിയൊരു ആശങ്കയുണ്ടായി. മഹാലക്ഷ്മിക്ക് എന്തോ സംഭവിച്ചു എന്നുള്ളൊരു സ്വപ്നമായിരുന്നു ഇയാൾ കണ്ടത്. അങ്ങനെയാണ് അയാൾക്ക് എവിടെ നിന്നോ ഒരു ഊർജം കൈവരികയായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ എല്ലാം കണ്ണനെ നടത്തിക്കാനുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതി ആയിരുന്നു എന്ന് വേണം കരുതാൻ. അയ്യപ്പസ്വാമിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടവരാണ് കണ്ണനും മഹാലക്ഷ്മിയും എന്നും തോമസ് വൈദ്യന് കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇന്ന് തന്നെ മഹാലക്ഷ്മി അമ്പലത്തിൽ ചെന്ന് കണ്ണൻ്റെ പേരിൽ നെയ്പായസവും വഴിപാടും ഒക്കെ കഴിപ്പിക്കണം. ഉച്ചയ്ക്ക് പിറന്നാൾ സദ്യ, അതിനുശേഷം വൈകുന്നേരം നമുക്ക് കേക്കൊക്കെ മുറിക്കണം. ഇത്തവണത്തെ കണ്ണൻ്റെ ഈ പിറന്നാൾ നമുക്ക് ആഘോഷിക്കണമെന്നും വൈദ്യൻ പറയുന്നുണ്ട്. അങ്ങനെയെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ കലാശിക്കുന്നത്. അങ്ങനെ മാർക്കോ വന്ന് മഹാലക്ഷ്മിയെ വാടക കൊലകളിൽ നിന്നും രക്ഷിച്ചു എന്നറിയുന്ന പ്രതാപനെ മുത്തശ്ശിയാണെങ്കിൽ കലി തുള്ളുന്നുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പ്രതാപ, ഒന്നും ചെയ്യാൻ കഴിയില്ല, അവളെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന്. ആ ഗുണ്ടകളുടെ ആവേശം കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഒന്നും നടക്കാൻ കഴിയില്ല എന്ന്. അവന്മാർക്ക് വെറുതെ വീരവാദം മാത്രമേ ഉള്ളൂ എന്നെല്ലാം മുത്തശ്ശി പറയുന്നുണ്ട്. ഇനി ഞാൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും മന്ത്രവാദിയെ വരുത്തിക്കുക, അത് മാത്രമേ രക്ഷയുള്ളൂ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അങ്ങനെ കണ്ണൻ്റെ പിറന്നാൾ സദ്യയും അതുപോലെ തന്നെ കേക്ക് മുറിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം അഗസ്ത്യകൂടത്തിൽ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാഗറും അഞ്ജുവൊക്കെ കണ്ണൻ്റെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തുന്നുണ്ട് കേട്ടോ.
അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ സമാപിക്കുന്നു. അപ്പോൾ ശത്രുക്കളാണെങ്കിൽ കണ്ണന് കാലിന് ചലനശക്തി കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയുന്നില്ല. അപ്പോൾ അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യാൻ പോകുന്ന സമയത്ത് വൈദ്യൻ അവരോടായിട്ട് പറയുന്നുണ്ട്, ഇത്തവണ കണ്ണൻ മഹാലക്ഷ്മിയുടെ കൈ പിടിച്ച് വേണം നിങ്ങളുടെ തറവാട്ടിലേക്ക് കയറി ചെല്ലാനായിട്ട്. ഇതുവരെ കണ്ണൻ്റെ കാലിന് ചലനശേഷി കിട്ടിയിട്ടില്ല എന്നല്ലേ ശത്രുക്കൾ അറിഞ്ഞിട്ടില്ലല്ലോ. ഇനി ഒരിക്കലും കണ്ണന് നടക്കാൻ കഴിയില്ല എന്നും അവർ കരുതുന്നുണ്ട്. അങ്ങനെ അവരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്തവണ കണ്ണൻ ഇവിടെ നിന്നും പോകുമ്പോൾ ചെയ്യേണ്ടത്. അത് എൻ്റെ ഒരു വാശിയാണ് എന്നും പറയുന്നുണ്ട്. അങ്ങനെ വൈദ്യൻ പറഞ്ഞതുപോലെ ഇത്തവണ കണ്ണൻ മഹാലക്ഷ്മിയുടെ കൈ പിടിച്ചുകൊണ്ടാണ് കേട്ടോ കമലേശ്വരത്തേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ കരുണയാണെങ്കിൽ ശരിക്കും സമനില തെറ്റി അലറി വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്